ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. ഇപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഇന്ന് നമ്മൾ ഒരു യാത്ര പോവാണ്. യാത്ര പോകണം എവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലനമോളുടെ ഉമ്മമ്മാനെ പിക്ക് ചെയ്തുകൊണ്ട് വരാൻ വേണ്ടി പോവാണ്. ലനമോളെ, ഇന്ന് ഇമ്മമ്മ വരുമല്ലോ, ഇമ്മമ്മ വരുമല്ലോ. ടാറ്റാ. ഉണ്ടോ ഉമ്മമാനെ കൂട്ടാണ്ടോ? ഉമ്മമാനെ കൂട്ടാണ്ടോ? ഒരു ദിവസം കഴിഞ്ഞാൽ കൂടെ ചാടിക്കോളും, എവിടെ പോണെങ്കിലും കൂടെ വന്നോളും. കാല് വെക്കണത് നോക്കിട്ട് എന്ത് ചെയ്യും, അതേപോലെ വരും. അങ്ങനെ ഞങ്ങള് നേരെ ചെക്കൻ്റെ ഉമ്മാനെ എടുക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണേ. അപ്പോൾ സമയം 5:30 മണിയായി. ഒരു 6:15 ടൈമൊക്കെ ആകുമ്പോൾ 6-6:30 ആകുമ്പോൾ എത്തുമെന്ന് വിചാരിക്കണം. ഓൾറെഡി ട്രെയിൻ 2 മണിക്കൂറുള്ള ലേറ്റാണ്. 4:30 എത്തേണ്ടിയുള്ളത് 6:30 എന്നുള്ള സമയത്തിലായിട്ടുണ്ട്. അന്നേരം നമുക്ക് നേരെ പോയിട്ട് ഉമ്മയെ പിക്ക് ചെയ്യാം. ഞാനും നമ്മുടെ ഇതാണ് മേമാട മകൻ റയാൻ എന്നാണ് കേട്ടോ പേര്. ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ രണ്ടും പാടാണ് പോകുന്നത്. ചക്കരയൊന്നും വരുന്നില്ല, ചക്കരയ്ക്ക് റെസ്റ്റ് ആയതുകൊണ്ട്. ചക്കരയും ഉമ്മയും വേറെ ആരും വരുന്നില്ല, ഞങ്ങൾ രണ്ടാളും മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് പോയി വരണം. ഓക്കെ, നേരെ പോയി വരാം. ഓക്കെ, അങ്ങനെ നമ്മൾ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സമയം എത്രയായി? 6:26 ഏകദേശം ഒരു 10 മിനിറ്റിനകത്ത് ട്രെയിൻ എത്തും. അപ്പോൾ നമുക്ക് നേരെ ഇനി നമ്മുടെ പ്ലാറ്റ്ഫോം 2 അപ്പുറത്തെ സൈഡിലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പാലം കയറി അപ്പർ സൈഡിൽ പോയി നിൽക്കാം. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഉമ്മയെ പിക്ക് ചെയ്തുകൊണ്ട് വരാം. അപ്പോൾ ഞാൻ കൊല്ലത്തെ ഉമ്മാനോട് വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ കൊല്ലത്ത് എത്തിയിട്ടേ ഉള്ളൂ, ഇവിടെ ഇറങ്ങരുത്, അടുത്ത സ്റ്റോപ്പാണ്, അവിടെ എത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഒന്നുകൂടി വിളിച്ചിട്ട് പറയട്ടെ, ഇനി നിർത്താൻ പോകുന്ന സ്റ്റോപ്പിലാണ്. കാരണം ഉമ്മക്ക് ആദ്യമായിട്ടില്ല ഒറ്റയ്ക്ക് വരണത്, ഉമ്മക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അസിസ്റ്റ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഉമ്മക്ക് ചിലപ്പോൾ വിട്ടുപോയാലോ. പിന്നെ അതിനുള്ളിൽ ആൾക്കാരുണ്ട്, എന്നാലും നമുക്ക് പിന്നെ നോക്കാൻ കഴിയുമല്ലോ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ. അപ്പോൾ ഒന്നുകൂടി വിളിച്ചിട്ട് ഈ സ്റ്റോപ്പിൽ ഇറങ്ങാൻ പറയാം. അപ്പോൾ നേരം അങ്ങോട്ട് പോകാം നമുക്ക്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മനെ ഇപ്പോൾ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു അടുത്ത സ്റ്റോപ്പിലാണ് ഇറങ്ങാനുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 2 മിനിറ്റ് 2-3 മിനിറ്റിനകത്ത് ട്രെയിന് ഏതായാലും എത്തും. വരികയാണ് തോന്നുന്നു, ഏതോന്ന്. അതാ വരുന്നുണ്ട്. ആ ട്രെയിനിലാണുള്ളത്. ഇത് അങ്ങോട്ടേക്ക് പോകുന്ന ട്രെയിനാണ് കേട്ടോ. അതാണ് വരുന്ന ട്രെയിൻ. നമ്മളെ തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിനാണ് ഈ വരുന്നത്, കണ്ടോ. ഈ ട്രെയിനിലും ഉണ്ട്. അപ്പം നമുക്ക് S3 എവിടെ? 6-ലല്ലേടാ? S3 6-ലല്ലേ? 6-ല് പ്ലാറ്റ്ഫോം 60. ഇത് നമ്മളെ കോച്ച് 6-ലല്ലേ നിൽക്കുന്നത്? അപ്പോൾ അങ്ങോട്ടേക്കാൻ വാ. ഇത് 11 ആയിട്ടേ ഉള്ളൂ. ഏകദേശം അവിടെ ആയിട്ടാവും ഇറങ്ങണത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് നടക്കാം. ഞാൻ അങ്ങോട്ടാണോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങോട്ട് നടന്നതാണ്. ഇതിലല്ലേ ഇറങ്ങി അറിയില്ലല്ലോ. ബാഗ് സാധനങ്ങളൊക്കെ എടുത്തില്ലേ? നൗഫലിനെ വിളിക്കാം. എന്നപ്പോൾ വിളിച്ചു കുറച്ച് മുന്നേ വിളിച്ചിട്ട് പറഞ്ഞ് ഉമ്മാനെ വിളിച്ചു ചോദിച്ചു, എവിടെ എത്തി ട്രെയിൻ നോക്കി ചോദിച്ചു. ഞാൻ പറഞ്ഞ കൊല്ലത്ത് എത്തിയിട്ടുള്ളൂ, ഇനി ഉണ്ട് 1/2 മണിക്കൂർ പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഇറങ്ങിയിട്ട് വിളിക്കാൻ പറഞ്ഞു. നൗഫലിനെയും ചക്കരനെയും വിളിച്ച് പറയട്ടെ. വരി, നോക്കി ഇറങ്ങിക്കോളി. കേറിക്കോളി. കേറു. നല്ല തണുപ്പാ. കുറയ്ക്കണോ? ഇവിടെ ഓഫ് ചെയ്ത് വെക്കാം. ജലദോഷം പിടിച്ചിറങ്ങില്ല നിങ്ങൾക്ക്? ശരി. ചായ കുടിക്കില്ല നമുക്ക്? പിന്നെ വീട്ടിൽ നിന്ന് കുടിച്ചോ? വണ്ടിന്ന് കുടിച്ചോ? അത് ശരി. അല്ല, ഒറ്റക്കുള്ള യാത്ര ഇപ്പൊ പഠിച്ചില്ല? എങ്ങനെ പഠിച്ചില്ലേ? ഓക്കെ. ഇപ്പൊ പേടിയൊന്നുമില്ലല്ലോ ഇനി?
അത്രേ ഉള്ളു സംഭവം കേട്ടോ. എന്നാ പേരൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് തന്നെ പണിയില്ലേ? കുഴപ്പമില്ല, നമുക്ക് വേഗം പോവാം. നമുക്ക് തിരക്കുള്ള പോലെ ഉണ്ടാവും, തിരക്കില്ലെങ്കിൽ നമ്മള് വേഗം എത്തും. പക്ഷെ ട്രെയിൻ ഏകദേശം 2-2.5 മണിക്കൂർ ലേറ്റ് ആയിരുന്നു അല്ലേ? ഒന്ന് വഴുകി ട്രെയിന്. അല്ലെങ്കിൽ 4:30 എത്താനുള്ളതാണ് നമ്മള്. 4:30 മണിക്ക് ഇവിടെ എത്തിയിട്ടുണ്ടാവും. ഈ നേരത്തൊക്കെ നമ്മള് ഇവിടെ എത്തിയിട്ടുണ്ടാവും. പിന്നെ ഈ നേരം പക്ഷെ എന്ത് ചെയ്യാൻ, അതെന്തോ ട്രെയിൻ എന്തോ തകരാറ് വന്നിട്ടോ എന്തോ റീഷെഡ്യൂൾ ചെയ്യോ എന്തോ ചെയ്ത് അതിൽ വന്ന തകരാറാണ്. 2-2.5 മണിക്കൂറോളം ലേറ്റായി. കൊറേ സമയം അങ്ങനെ പോയില്ലേ? എന്തായാലും 6:30 മണിക്ക് ഇവിടെ എത്തുന്ന കാണിച്ചു. അത് കറക്റ്റ് ആയിട്ട് ഇവിടെ എത്തി. 2 മണിക്കൂറോളം കറക്റ്റ് ലേറ്റ് ഉണ്ടായിരുന്നു. 4:30 എത്താനുള്ളല്ലേ? നിർത്തണൊക്കെ കുറച്ച് തന്നെ ഉള്ളു. പക്ഷെ ഈ 2 മണിക്കൂർ അവിടെ നിന്നോ ഡിലേ ആയിട്ട് വന്നതാണ്. അവിടെ നിന്നോ വേറെ ഏതോ സ്റ്റേറ്റിൽ നിന്ന് ഡിലേ ആയിട്ട് പോകുന്നതാണ്. നമുക്ക് ഫോണിൽ നോക്കി അറിയാൻ പറ്റും. ഞാൻ അതിൽ നൗഫറെ വിളിച്ചപ്പോ ഞാൻ നോക്കിയാല് ട്രെയിൻ ഏകദേശം 2-2.5 മണിക്കൂറോളം അങ്ങനെ ലേറ്റ് ഉണ്ടായിരുന്നു. എന്തായാലും പഠിച്ചില്ല ഒറ്റയ്ക്ക് വരാന്. അപ്പൊ ഇനി വരാനും പോകാനൊന്നും പേടിയില്ലല്ലോ. ഇത്രേ ഉള്ളു സംഭവം. ഒറ്റയ്ക്ക് വന്ന് ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. എങ്ങനെ ചെയ്ത് നോക്കിയതാണല്ലേ എങ്ങനെ ഉണ്ടെന്ന്. അപ്പൊ അത് പഠിഞ്ഞില്ലേ? പഠിഞ്ഞു. ഇത്രേ ഉള്ളു. ഇങ്ങനെയൊക്കെ തന്നെ ഓരോന്ന് പഠിക്കണതേ. ഓക്കെ, അപ്പൊ ഏതായാലും നമുക്കിനി നേരെ വീട്ടിലോട്ട് പോവാം. ചായ ഇപ്പൊ ട്രെയിനിൽ നിന്ന് കുടിച്ചല്ലോ അല്ലേ? എന്നാൽ നമുക്ക് വീട്ടിൽ പോയിട്ട് കുടിക്കാം. ഈ നേരത്ത് വീക്കെൻഡ് ആയതുകൊണ്ട് റോഡൊക്കെ കുറച്ച് തിരക്കുണ്ടാവും. അപ്പൊ നമുക്ക് വേഗം വീടെത്താം ഗൈസ്. അങ്ങനെ നമ്മള് വീടെത്തിക്കാണ്. അതാണ്. അല്ലേ, ഉമ്മ കൊറേ നാളുണ്ട് പറഞ്ഞ കാര്യമാണ്. ഒറ്റയ്ക്ക് ഞാൻ ഒരു ദിവസം വരും. ഒരു കാര്യം എന്താന്ന് അറിയണമല്ലോ. അങ്ങനെ ഒറ്റയ്ക്ക് എത്തിയിരിക്കാണ്. ആരെ? നൗഫലിനെ. നൗഫലിനെ വിളിച്ചു. ഇറങ്ങിയ പാടന്നെ ഞാൻ വിളിച്ചിറങ്ങി. ഉമ്മ പറഞ്ഞ എപ്പോഴും പറഞ്ഞ എന്താണെന്നറിയോ? പാലക്കാടുന്ന് കൊല്ലം വരെ യാത്ര എളുപ്പമാണ്. പാടില്ല. വർക്കലേന്ന് വീട് വരെയാണ് ഇടങ്ങേറിയെന്നാണ് ഉമ്മ. വെള്ളം എടുക്കി. ചായ എടുക്കണോ വെള്ളം എടുക്കണോ? എന്നാ ചായ കുടിക്കാം. പിന്നെന്താ, ഇനി ഒറ്റ തവണയുള്ളൂ ഈ പേടി. പിന്നെ വന്ന പേടി അങ്ങ് മാറും. ഇരിക്കി ഫ്രഷ് ആയിക്കോളെ. മമ്മ വന്നത് അറിഞ്ഞു. നോട്ടിഫിക്കേഷൻ കിട്ടി. ഹലോ ആര് കിടക്കണത് ഇവിടെ? ഒരാള് വന്നു. ഇവിടെ ഒരാളെന്റെ കുട്ടീനടുത്ത് വന്നു. അതാ അവിടെ നോക്കി നോക്കാ. ധാര വന്നത് നോക്ക്. ഉറക്കച്ചടവാണ്. ഉമ്മനി ഡ്രസ്സൊക്കെ മാറണം മനസ്സിലാവുമ്പോ. അന്നമ്മ പോയപ്പോ കണ്ടിട്ട് ഇങ്ങനെ വിമ്മായിരുന്നു, സങ്കടം കണ്ടിട്ടേ. അലേഹാക്ക് മനസ്സിലായില്ല അമ്മ പോവേണേ. ചായ ഇട്ടമ്മ. ഇപ്പൊ എഴുന്നേറ്റ് നിക്കണം. നിങ്ങളെ ചക്കര കെട്ടിക്ക് നടക്കണം. എഴുന്നേറ്റ് നിക്കണം.